ഹലോ ഡി ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് ലാബാണ്. അതിനായി തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ കീബോർഡ്, പിന്നെ അതേപോലെ തന്നെ ജിയോജിബ്ര ആയിട്ടുള്ള നമ്മുടെ സോഫ്റ്റ്വെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മാത്സ് ലാബാണ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. ഇവിടെ അതിനായി ഇവിടെ ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ 2024 നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അത് സൈഡിലായി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമ്മളെ ജിയോജിബ്ര സോഫ്റ്റ്വെയറും കാണാൻ സാധിക്കും. ഓക്കെ, മാത്സ് ലാബിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ള ലാബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡയലോഗ് ഒന്നുമില്ല, നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ ലാബിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ പൊതുവേ ചോദിച്ചു കണ്ടിട്ടുള്ള ലാബ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൻ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. Draw the graph of function f of x is equal to x cube given input. Okay, give the input. നമുക്ക് ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ് ക്യൂബിന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ സൈഡാക്കി ജസ്റ്റ് ഒന്ന് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ക്യൂബ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു അല്ലേ. ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് ആൽജിബ്ര ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഫംഗ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ക്രിയേറ്റ് സ്ലൈഡർ വിത്ത് മിനിമം -10 മാക്സിമം 10 ആൻഡ് ഇൻക്രിമെന്റ് 0.1. ഓക്കെ, അപ്പോൾ വേഗം തന്നെ സ്ലൈഡർ ഈ കാണുന്നതാണ് സ്ലൈഡർ. ഈ സ്ലൈഡർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് സ്ലൈഡർ ഉണ്ടാക്കാൻ വേണ്ടി കറക്റ്റ് തന്നെ കിട്ടി. മിനിമം -10 മാക്സിമം 10 അല്ലേ. അപ്പോൾ മിനിമം നമ്മൾ -10 കൊടുത്തു, മാക്സിമം 10 കൊടുത്തു, ഇൻക്രിമെന്റ് എത്ര കൊടുത്തു, 0.1. ഓക്കെ, 0.1 കൊടുത്തു. ഓക്കെ, നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ലൈഡർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡർ നമ്മൾ ഒരു ഭാഗത്തായി നമ്മൾ വെച്ചു. ഇനി ക്വസ്റ്റ്യൻ എനിക്ക് നോക്കാം. പ്ലോട്ട് പോയിന്റ്സ് എ ബി സി. ഓക്കെ, പ്ലോട്ട് പോയിന്റ്സ് എ ബി സി. നമുക്ക് എ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എ ഈസ് ഈക്വൽ ടു a,0 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബി ഈസ് ഈക്വൽ ടു എത്ര പറഞ്ഞിട്ടുണ്ട്, a, f of a എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത നമുക്ക് പറഞ്ഞിരിക്കുന്നത് a, f of a. ഇനി അടുത്തത് പറഞ്ഞിട്ട് സി ആണ് അല്ലെ. സി ഈസ് ഈക്വൽ ടു 0, f of a. 0, f of a. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 3 പോയിന്റ് കിട്ടേണ്ടതാണ്. 0, f of a കേട്ടോ, സോറി. സി ഈസ് ഈക്വൽ ടു നമുക്കൊന്നും കൂടി ടൈപ്പ് ചെയ്യാം. സി is equal to 0, f of a. ഓക്കെ, റെഡി. ഇനി നമുക്ക് അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഡ്രോ ദ ലൈൻ സെഗ്മെന്റ്സ് എ ബി ബി സി. ഓക്കെ, അപ്പോൾ ഈ ഒരു എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക, ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ ലൈനിൽ പോയി സെഗ്മെന്റ് എടുത്ത് എയിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് കൊടുത്തു. അതിന് ശേഷം ഒന്നുകൂടി ലൈനിലേക്ക് പോയി സെഗ്മെന്റ് എടുത്തു, ബിയിൽ നിന്ന് സിയിലേക്ക് കൊടുത്തു. റെഡി, അപ്പോൾ നമുക്ക് ലൈൻ സെഗ്മെന്റ് എ ബി ബി സി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലൈഡറിന്റെ ഓപ്ഷനിലേക്ക് പോയി ഈ ഇൻപുട്ട് ബോക്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇൻപുട്ട് ബോക്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ക്യാപ്ഷൻ എന്തായിട്ട് കൊടുക്കാം, ക്യാപ്ഷൻ ഇപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്ന് കൊടുക്കാം അല്ലെ. എഫ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഫ് എന്ന് കൊടുത്തു. എഫ് കൊടുത്ത ശേഷം നമ്മൾ ഫംഗ്ഷനിൽ എന്ത് ചെയ്തു, ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ആയി കൊടുത്തു. അപ്പോൾ എഫ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്നുള്ള കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, എയ്ക്കും കൂടി ഇൻപുട്ട് ബോക്സ് കൊടുക്കണം അല്ലേ. അപ്പോൾ എ എടുത്തു, ഇൻപുട്ട് ബോക്സ് എടുത്തു, ക്യാപ്ഷൻ എ എന്ന് കൊടുത്തു. ഇനി എയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ആക്കി. ഇനി അത് എ നമ്മൾ അവിടെ സൂപ്പറായി കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റിലേക്ക് നോക്കാം. യൂസിങ് ദ എബോവ് ആപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഓൺലി വൺ ഹാവിംഗ് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. ഇപ്പോൾ നമുക്ക് ടീച്ചർ നമുക്ക് മാർക്ക് ചെയ്തിരിക്കുകയാണ്, ഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്തിരിക്കുകയാണ് വയ്ക്കുക. അപ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
നമുക്ക് ഇവിടെ നമ്മുടെ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട് അല്ലേ? യെസ്, നമുക്ക് എഫ് ഓഫ് എക്സിനും വാല്യൂ ഉണ്ട്, എയ്ക്കും വാല്യൂ ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1.2ന്റെ ക്യൂബ് എടുക്കാനാണ്. ഓക്കെ, ഇതൊരു എക്സ് ക്യൂബ് ഫംഗ്ഷൻ പോലെ നമുക്ക് തോന്നുന്നില്ലേ? യെസ്, ഈ എക്സ് ക്യൂബ് ഫംഗ്ഷനിൽ എക്സ് ക്യൂബ് ആണ് ഫംഗ്ഷൻ, പക്ഷെ അതിന്റെ വാല്യൂവിൽ ഒരു ചെറിയ ചേഞ്ച് വരുന്നു എന്നല്ലേ ഉള്ളൂ. യെസ്, എന്റെ വാല്യൂവിലുള്ള ചേഞ്ച് വരണം. അപ്പോൾ നമ്മൾ എ 1.7 വരും, പറഞ്ഞിരിക്കുന്ന വാല്യൂ കൊടുത്തു, 1.2 കൊടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ബി ഈക്വൽ ടു സി എ കോമ എഫ് ഓഫ് എ ആണ്. അപ്പോൾ എഫ് ഓഫ് എ നമുക്ക് എത്ര കിട്ടി? 1.73 എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യന് പ്രകാരം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ക്യൂബ് ഈക്വൽ ടു നമുക്ക് എക്സിന് പകരം എത്ര, അല്ലെങ്കിൽ എന് പകരം 1.2 കൊടുത്തു. 1.2 കൊടുത്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി എത്ര? യെസ്, 1.73. ഓക്കെ, നമ്മുടെ പേപ്പറിൽ അത് എന്ത് ചെയ്യാം? ജസ്റ്റ് നമ്മളൊന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് യൂസിങ് ദ എബോവ് ആപ്ലെറ്റ്. ഇതിൽ ഒരെണ്ണം മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം, കോസ് 5.3 നമുക്ക് രണ്ടാമത്തെ കണ്ടുപിടിക്കാം അല്ലെ? യെസ്, ഇവിടെ വാല്യൂ ഓഫ് കോസ് 5.3 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കോസ് ഫംഗ്ഷൻ അല്ലേ? കോസ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ എഫ് ഓഫ് എക്സ് ക്യൂബ് ആണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. അത് ജസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കുക? കോസ് ഓഫ് എക്സ് എന്നാക്കുക. ഓക്കെ, കോസ് ഓഫ് എക്സ് എന്നാക്കി കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോസ് എക്സ് ആയിട്ട് കിട്ടി. പറഞ്ഞിരിക്കുന്ന വാല്യൂ ഏതായിരുന്നു? പറഞ്ഞിരിക്കുന്ന വാല്യൂ നമുക്ക് 5.3 ആണ്. ഓക്കെ, അപ്പോൾ 5.3 നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്ത് കൊടുത്തു. കോസ് ഓഫ് 5.3 പറഞ്ഞാൽ 0.55. റെഡി? 0.55 നമ്മൾ ബി എന്ന പോയിന്റിൽ എ കോമ എഫ് ഓഫ് എ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ എഫ് ഓഫ് എ എന്തായി കിട്ടി? യെസ്, 0.55 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ? മിക്കവാറും നമുക്ക് നോക്കാം. യെസ്, നമ്മൾ അങ്ങനെ ലാബ് 1ത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? വൃത്തിയായി തന്നെ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ലാബ് 2. ഓക്കെ, ലാബ് 2ൽ എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൻ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. ആപ്ലെറ്റ് നമുക്ക് നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ ഫംഗ്ഷൻ, ഡ്രോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ്. മോഡ് ഓഫ് എക്സ് ആണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എല്ലാം ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ലാബിൽ പോയി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? പുതിയ വിൻഡോ എടുക്കണം. ഇവിടെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യണം. നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ പറഞ്ഞാൽ എന്താണ്? യെസ്, മോഡ് ഓഫ് എക്സ് ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് നമ്മൾ എങ്ങനെ കൊടുക്കുക വെച്ചാൽ ചെക്ക് മോഡല്ലേ? യെസ്, മോഡാണ്. മോഡ് നമ്മൾ എങ്ങനെ കൊടുക്കും? എ ബി എസ് എക്സ് എന്ന് കൊടുക്കും. എ ബി എസ് എക്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ കിട്ടി. മോഡുലസ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, ക്രിയേറ്റ് 2 സ്ലൈഡേഴ്സ് എ ബി വിത്ത് മിനിമം -5 മാക്സ് 5 വിത്ത് ഇൻക്രിമെന്റ് 0.01. വേഗം നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് കൊടുത്തു? സ്ലൈഡർ കൊടുത്തു, എ എന്ന് കൊടുത്തു, 0.01 ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഇത് ആദ്യത്തെ സ്ലൈഡർ. രണ്ടാമത്തെ സ്ലൈഡർ ഒന്നും കൂടി പോയി ബി എന്ന് കൊടുത്തു. യെസ്, 0.01 കൊടുത്തു. റെഡി? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ രണ്ട് സ്ലൈഡേഴ്സ് നമ്മൾ ഇതവിടെ വെച്ചു. റൈറ്റ്? ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ g of x യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് g of x is equal to f of x plus a plus b. ഓക്കെ, അപ്പോൾ ഈ ഒരു g of x ന്റെ ഇതാണ് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ g of x പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുക. അപ്പോൾ എന്തായിട്ട് വരും? g of x ഒന്നും കൂടി ഡയറക്റ്റ് ആയി നന്നായി കൊടുക്കുക. g of x is equal to f of എന്താണ്? എക്സ് പ്ലസ് എ പ്ലസ് ബി ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. യെസ്, എഫ് ഓഫ് എ എക്സ് പ്ലസ് എ പ്ലസ് ബി ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എ പ്ലസ് ബി. റൈറ്റ്? ഓക്കെ, ഇനി അടുത്ത എന്താ നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? യു ക്രിയേറ്റ് എ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ എഫ്. ഫംഗ്ഷൻ എഫിന് നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കി. ഇൻപുട്ട് ബോക്സ് നമ്മൾ വേണ്ട ഉണ്ടാക്കി. ഫംഗ്ഷൻ എഫ് എന്ന് കൊടുത്തു. ഇൻപുട്ട് ബോക്സ് എഫ് ഓഫ് എക്സ് എ എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സിനല്ലേ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇത്ര. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എ, ഫിക്സ് ദ വാല്യൂ ഓഫ് എ അറ്റ് 0 ആൻഡ് ബി അറ്റ് 4. ഓക്കെ, അപ്പോൾ ഫിക്സ് വാല്യൂ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്ലൈഡർ മാറ്റാൻ നിൽക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? എ 0, ബി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എ ഈക്വൽ ടു 0 കൊടുത്തു,
യെസ് ബി ഈസ് ഈക്വൽ ടു 4 കൊടുത്തു. ഓക്കെ ബി ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു? ബി ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുത്തു. ഓക്കെ നമുക്കിത് അങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും അല്ലേ? യെസ്. അപ്പോൾ കമ്പയർ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് വിത്ത് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജി ഓഫ് എക്സ് പറഞ്ഞാൽ മോഡ് ഓഫ് എക്സ് പ്ലസ് 4 ആണ്, പക്ഷേ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ മോഡ് ഓഫ് എക്സ് ആണ്. 4 യൂണിറ്റ് എക്സ് ആക്സിസ് വൈ ആക്സിസ് നമുക്ക് മുകളിലേക്കാണ് അല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് പേപ്പറിൽ എഴുതി വയ്ക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്. ഡൊമൈൻ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഡൊമൈൻ നമ്മൾ എന്താ കൊടുക്കുക? എക്സ് ആണ് അല്ലേ? യെസ്. ഇവിടെ നമ്മൾ ഗ്രാഫ് ത്രൂ ഔട്ട് നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ അതിനൊരു നമുക്ക് എന്തില്ല -∞ to ∞ എന്ന് പറയാം, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഡൊമൈൻ എടുക്കാം. ഇനി റേഞ്ച് എടുക്കാൻ നോക്കുന്ന സമയത്ത് നമ്മൾ വൈ ആക്സിസ് നോക്കണം. വൈ ആക്സിസ് നോക്ക് ഇപ്പോൾ എവിടെ മുതലാണ് തുടങ്ങുന്നത്? യെസ് നമ്മൾ 4 എന്നുള്ള പോയിന്റ് മുതലല്ലേ ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് പറഞ്ഞത്. അപ്പോൾ 4 to +∞. ഓക്കെ 4 to ∞ ആണ് നമുക്ക് എന്താ എടുക്കാൻ സാധിക്കുക? യെസ് റേഞ്ച് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക. ഓക്കെ ഇനി അടുത്തത് find the approximate value of a and b so that the graph of g of x coincides with the graph of the following function. Answer only one. അപ്പോൾ നമുക്ക് ഏത് എടുക്കാം? യെസ് f of x minus 5 mod of x -3 എന്ന് എടുക്കാം. ഓക്കെ മൂന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഓക്കെ ആബ്സ് ഓഫ് എക്സ് അതായത് മോഡൽ ഓഫ് എക്സ് -1. ഓക്കെ ഇതാണ് നമ്മൾ എച്ച് ഓഫ് എക്സ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് കേട്ടോ. ഇനി ഈ ഗ്രാഫുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആര്? ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആരൊക്കെയുണ്ട്? യെസ് ജി ഓഫ് എക്സ് ഉണ്ട്, എച്ച് ഓഫ് എക്സ് ഉണ്ട്. നമുക്കിപ്പോൾ എഫ് ഓഫ് എക്സിന് ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ഹൈഡ് ചെയ്തു. ഹൈഡ് ചെയ്യാൻ നമുക്ക് ഈ സർക്കിൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യാം? നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നോക്കി ഇതെങ്ങനെ ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്യട്ടെ കേട്ടോ. യെസ് ഓക്കെ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും കൂടി കോയിൻസൈഡ് ചെയ്യണ വാല്യൂ ഏതാണ്? അപ്പോൾ നമ്മൾ സ്ലൈഡർ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കി. എ മാറ്റിയാൽ എക്സ് ആക്സിസിൽ മൂവ്മെന്റ് വരുന്നുണ്ട്, അപ്പോൾ എ അല്ല മാറ്റുന്നത്. ബി മാറ്റി നോക്കി, വൈ ആക്സിസിൽ മൂവ്മെന്റ് വരുന്നത്. അതാ നമ്മൾ മെല്ലെ ബി എന്തിലേക്ക് മൈനസ് വാല്യൂക്ക് അടുപ്പിക്കുന്ന സമയത്ത് മെല്ലെ ഇത് കോയിൻസൈഡായി. ഓക്കെ യെസ് ബി -1 എ 0 എന്തായി? എച്ച് ഓഫ് എക്സും ജി ഓഫ് എക്സും കൂടി എന്തായി? കോയിൻസൈഡായി നമുക്ക് പറയാൻ സാധിക്കും. ഏത് കേസിൽ? നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ ഫംഗ്ഷന്റെ കേസ്. ഓക്കെ അപ്പോൾ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? യെസ് എ = 0 ബി = -1 എന്നുള്ള കേസിൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും എന്താവും? കോയിൻസൈഡാവും. റെഡി. ഇനി അടുത്ത ആൻസർ ഓൺലി വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഹാവിംഗ് മാർക്ക്. ഓക്കെ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് √x മാറ്റാനാണ്. ഓക്കെ എഫ് ഓഫ് എക്സ് നമ്മൾ √x ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? SQRT x എന്ന് കൊടുക്കണം. ഓക്കെ SQRT x എന്ന് കൊടുത്തു. നമുക്ക് ആരില്ല അവിടെ? എച്ച് ഓഫ് എക്സ് ഇനി ഇവിടെ ആവശ്യമില്ല, അപ്പോൾ ഹൈഡ് ചെയ്യും. ഓക്കെ ഇനി അടുത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? യെസ് ഫൈൻഡ് ദ റൈറ്റ് ആൻഡ് വാല്യൂസ് ഓഫ് a and b so that the domain and range of the g of x is as given as follows. ഡൊമൈൻ നമുക്ക് എന്ത് കൊടുക്കും? ആദ്യത്തെ കേസ് എടുക്കാം അല്ലേ? ആദ്യത്തെ കേസാണ് നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഡൊമൈൻ ∞ 1 to ∞ ആണ്, റേഞ്ച് 2 to ∞. ഓക്കെ അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് എടുത്തു. എക്സ് ആക്സിസ് എടുക്കുന്ന സമയത്ത് 1 to ∞ ആണ് അല്ലേ? അപ്പോൾ 1 to ∞, യെസ് 1 to ∞, യെസ് 1 to ∞. അപ്പോൾ 1 to ∞ നമ്മൾ എടുക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ 1 to ∞ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? യെസ് ഈ ഗ്രാഫ് സ്ലൈഡറിന് മാറ്റി നമ്മൾ എയും ബിയും മാറ്റി ഇതാ നോക്കുക. എക്സ് ആക്സിസിൽ നമ്മൾ എക്സ് ആക്സിസ് 1 വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് വെച്ചു? യെസ് നമ്മുടെ ഫംഗ്ഷൻ വെച്ചു. ഓക്കെ അപ്പോൾ ഏകദേശം ഇതാ ഇങ്ങനെ ഇരിക്കും കാണാം. അപ്പോൾ നമ്മൾ ഡൊമൈൻ സാറ്റിസ്ഫൈ ചെയ്തു. എന്ത്? യെസ് 1 to ∞ ആണ്. ഓക്കെ ഇവിടം തൊട്ട് ഇവിടം വരെ ഇൻഫിനിറ്റി അപ്പോൾ കൊണ്ടിരിക്കുകയല്ലോ. ഇനി റേഞ്ചാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അതായത് 2 to ∞. ഓക്കെ അപ്പോൾ 2 to ∞ പറഞ്ഞാൽ എന്താണ്? റേഞ്ച് 2 ആവണം. ഓക്കെ അതായത് വൈ ആക്സിസ് 2 to മുകളിലേക്ക് പോകണം.
അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കും? ബി മാറ്റുമല്ലേ? യെസ്, ബി മാറ്റി നോക്കുമ്പോൾ നമുക്ക് 2 to infinity. യെസ്, ഇതായിരിക്കും ഗ്രാഫ് വിത്ത് ഡൊമൈൻ 1 to infinity, 1 to infinity, പിന്നെ റേഞ്ച് 2 to infinity. അപ്പോൾ എ ആൻഡ് ബി ആരാണ്? എ പറഞ്ഞ -1, ബി പറഞ്ഞ 2. ഓക്കെ, ഇത്രയും. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ എന്തായി ക്വസ്റ്റ്യന് അടുത്ത് റെഡി. ഇനി അടുത്തത് ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച്. നമുക്ക് വേഗം ചെയ്തു പോവാം അല്ലേ? യെസ്, അടുത്ത പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ, കൺസിഡർ ഓൺലി വൺ ഹാവിങ് ടിക്ക് മാർക്ക്. നമുക്കിപ്പോൾ ഏതെടുക്കുക അവിടെ? യെസ്, രണ്ടാമത്തെ എടുത്ത് നോക്കാം. 2x² + 8x + 10. ഓക്കെ, 2x² + 8x + 10. ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഡിലീറ്റ്. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്നത് 2x² പ്ലസ് എന്ത് ചെയ്യുക 8x + 10. 2x² മാത്രമേ വന്നുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, കോപ്പി പേസ്റ്റ് അടിക്കാം. യെസ്, അത് ജസ്റ്റ് ലോഡ് ആവാൻ ടൈം പിടിക്കുന്നതുകൊണ്ട് യെസ് ലോഡായി. ഇത് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഒരു ഉടായ്പ പണി കാണിക്കാം. ഇതങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. കോപ്പി 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 അയ്യോ, കോപ്പി ആവില്ല. കോപ്പി കോപ്പി അതാ പോയി. ഇല്ല, കിട്ടില്ല. കോപ്പി അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് തന്നെ ചെയ്യാം അല്ലേ? യെസ്, നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. അതിബുദ്ധി കാണിച്ചാൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ഇവിടെ യെസ്, ഡൊമൈൻ ആൻഡ് റേഞ്ച് പോകാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. LPP ഉണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് വരുന്ന 42 ലാബ് 42-ൽ LPP നമ്മൾ കമാൻഡ് അടിക്കുമല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നോക്കാം അല്ലേ? ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അടിച്ച് തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 2x² പ്ലസ് 8x + 10 അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 2x² + 8x + 10. 2x² 8 + 8x + 10. 2x² പ്ലസ് എന്താ കൊടുക്കുക? 8x + 10. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെയൊരു എന്ത് കിട്ടും? ഗ്രാഫ് കിട്ടും അല്ലേ? ഓക്കെ, ഇങ്ങനെ ഗ്രാഫ് കിട്ടും. ഓക്കെ, ഇനി ഈ ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത് എന്താ അവർ പറഞ്ഞിരിക്കണം? ഓക്കെ ഓക്കെ, ഡൊമൈൻ ആൻഡ് റേഞ്ചും അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. ഓക്കെ, ഡൊമൈൻ എന്താണ്? ഡൊമൈൻ നമുക്ക് നോക്കിയാൽ 6 ആയിരിക്കും അല്ലേ കിട്ടുക? എക്സ് ആക്സിസ് നോക്കിയാൽ ത്രൂ ഔട്ട് ആ ഗ്രാഫ് പോകുന്നുണ്ടാവും. അപ്പോൾ ഡൊമൈൻ 6. റേഞ്ച് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഇവിടെ 2 മുതലല്ലേ? അപ്പോൾ 2 to infinity. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഇതിൻ്റെ ഈ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. നമുക്ക് എന്ത് നോക്കാം? ഈ ആളെന്നെ നോക്കാം. 3x - 3 floor x അല്ലെങ്കിൽ CLX എന്ന് കൊടുക്കുക. ഓക്കെ, f(x) = എന്ത് കൊടുക്കുക? 3x - 3 floor x. റെഡി. ഓ, വെരി ഗുഡ്. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? യെസ്, ഈ ഗ്രാഫ് നമുക്ക് നോക്കാം. ഡൊമൈൻ എന്താണ്? 6. ഓക്കെ, ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് ഗ്രാഫ് എക്സ് ആക്സിസിൽ അപ്പുറത്തും നോക്കിയാൽ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്ത റേഞ്ച് പറഞ്ഞാൽ 0 to 3 ആണ്. 0 to 3 ക്ലോസ്ഡ് ബ്രാക്കറ്റ്, കാരണം 0 ഉണ്ട് 3 ഉണ്ട്. ഓക്കെ, 0 to 3 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ച് ആയി. ഇനി അടുത്തത് കൺസിഡർ ഗ്രാഫ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാൻ x² - 25 കൊടുക്കുക. √(x² - 25) SQRT of x² - 25. അപ്പോൾ എന്ത് കൊടുക്കുക? x² - 25. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെയൊരു സംഭവം കിട്ടിയില്ലേ? യെസ്, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിയൽ നമ്പർ തന്നെ കിട്ടും. ഓക്കെ, കാരണം എക്സ് അപ്പുറത്തും എക്സ് ആക്സിസ് ത്രൂ ഔട്ട് ആയിട്ട് അത് ഉണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട് ഈ ഗ്രാഫ്. ഇനി നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് നോക്കാം? റേഞ്ച് ആണ് അല്ലേ? റേഞ്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ -∞ to -5 വരെ ഒരു
വാല്യൂ ഉണ്ട്, 5 to ഇൻഫിനിറ്റി വേറെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് റേഞ്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ +1 പഠിച്ചിട്ടുള്ള യൂണിയൻ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, -ഇൻഫിനിറ്റി ടു -5 ഫസ്റ്റ് സെക്ഷൻ, 5 to ഇൻഫിനിറ്റി രണ്ടാമത്തെ സെക്ഷൻ, ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, യൂണിയൻ ചെയ്യുക. അപ്പോൾ ടോട്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു -5 യൂണിയൻ 5 to ഇൻഫിനിറ്റി. ഓക്കെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മാത്സ് ലാബിന് പഠിക്കുന്ന രീതിയാണ്. അപ്പോൾ ഞാനൊന്നും കൂടി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും, ഹൃദയസ്ഥമാവുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറയുമ്പോൾ എനിക്കത് ഹൃദയസ്ഥവും, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താവും, ഹെൽപ്ഫുൾ ആവുമെന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി നമ്മൾ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കിട്ടും. റെഡി? ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, അടുത്തതാണ് കളി. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ഫ്രം ദ ഫോളോയിങ്, ഈവൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാം. നമുക്കിപ്പോൾ ഏത് എടുക്കാം? യെസ്, ഇവനെ എടുക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ എടുക്കുക. ആദ്യത്തെ ഫംഗ്ഷന്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ പക്ഷെ ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹിന്റ് കൊടുത്തിട്ടുണ്ട്. f(x) = x², f(x) < 2 ആണെങ്കിൽ, 2x + 1 f(x) > 2 ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രാഫിൽ വരയ്ക്കേണ്ടത് ഇത്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നോക്കുക, നമുക്കിപ്പോൾ ഒത്തിരി കൂടി സൂം ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഇവനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് x² + 2 അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ x² + 2. ഇവനോ, ഇവനാര്, x അല്ലേ, x + 1 അല്ലേ അല്ലേ? അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഇൻപുട്ടിൽ പറയണ പോലെ നമ്മൾ ടൈപ്പ് ചെയ്തു. നമുക്ക് ആ ഗ്രാഫ് കിട്ടുമോ നോക്കാമല്ലോ. യെസ്, ഇതാണ് ഇൻപുട്ട് അല്ലേ. ഓക്കെ, ഇതിനെ കോപ്പി ചെയ്യേണ്ട. ഇഫ് x > 2. ഓക്കെ, ഇവിടെ > 2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ 0 അല്ലേ വേണ്ടത്, നമ്മൾ 0 എടുത്ത് നോക്കി. ഇഫ് നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്തു ഇൻപുട്ടിൽ, ഇഫ് x എന്താ പറഞ്ഞിരിക്കുന്നത് കമാൻഡ് എങ്ങനെ, ഇഫ് x > x², 2x + 1. ഓക്കെ, ഇഫ് എന്ത് കൊടുക്കുക, ഇഫ് x < 1 അല്ലെങ്കിൽ 0, x² + 2. റെഡി? യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x² + 2 എന്നുള്ള നമ്മളെ റൈറ്റത്തെ ലിമിറ്റ് കിട്ടിയില്ല. ഇനി x അല്ലേ അടുത്തത്, ഓക്കെ. അപ്പോൾ നമുക്കിത് കിട്ടി. അടുത്തത് എന്താണ്, അടുത്ത് പറഞ്ഞിരിക്കുന്നത് 2x + 1. ഇവിടെ ഈ കേസിൽ അത് ഫ്ലോർ ആണ് അല്ലേ. ഫ്ലോർ പറയുമ്പോൾ x നോക്കാമല്ലോ. അപ്പം ഇങ്ങനെ കിട്ടി. ഇതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റീനെയിം ചെയ്യാം, റീഡിഫൈൻ ചെയ്യാം കേട്ടോ, x + 1, 4x. റെഡി ആയില്ലേ? യെസ്, നമുക്ക് അതേ ഗ്രാഫ് കിട്ടിയില്ലേ, നോക്കട്ടെ. യെസ്, ഇതല്ലേ നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, യെസ്, ഈ സംഭവമല്ലേ, ഇതാണ് നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ റെഡിയാണ്. ഓക്കെ, ശരി. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ലാബായി. റെഡി? ഓക്കെ, അപ്പോൾ ലാബ് 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. സിമ്പിൾ ആയിട്ടുള്ളതാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൻ ബൈ കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. പ്ലോട്ട് ദ പോയിന്റ് 0, 0,0. ഓക്കെ, അപ്പോൾ O എന്നുള്ള പോയിന്റ് നമ്മൾ ഒറിജിൻ ആണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ O, റെഡി? അപ്പോൾ ക്യാപിറ്റൽ O = 0, 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, അടുത്തത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാനായിരിക്കും അല്ലേ. യെസ്, സർക്കിൾ. ഡ്രോ ദ യൂണിറ്റ് സർക്കിൾ സെൻറ്റർഡ് അറ്റ് ഒറിജിനോ. ഓക്കെ, യൂണിറ്റ് സർക്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ സർക്കിളിൽ പോയി. ഇനി നമുക്ക് ആദ്യത്തെ ഇതാണ് എടുക്കേണ്ടത്, സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ്.
അപ്പോൾ ഈ പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യാം, യൂണിറ്റ് സർക്കിൾ വരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇതാണ് 1ലേക്ക് കോയിൻസൈഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് യൂണിറ്റ് സർക്കിൾ ഇല്ല, കിട്ടിയിട്ടില്ല, 0.99 കിട്ടും. ഒന്നും കൂടി ട്രൈ ചെയ്യാം. 0 സർക്കിൾ വിത്ത് സെൻറ്റർ, ഈ പോയിന്റ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് എടുത്തു, ഇല്ല, 1നെ കഴിഞ്ഞ് കൂടി, ഒന്നും കൂടി വരയ്ക്കാം. യെസ്, ലാസ്റ്റ് ട്രൈ. ഓക്കെ, ഈ പോയിന്റ് വേണ്ട. ഓക്കെ, ശ്രദ്ധിച്ച് വരയ്ക്കാം. യെസ്, നമുക്ക് 1 കിട്ടി അല്ലേ? യെസ്, റേഡിയസ് x² + y² = 1. 1² പറഞ്ഞാൽ 1 അല്ലേ? ഓക്കെ, അതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ യൂണിറ്റ് സർക്കിൾ. ഇനി അടുത്ത് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലോട്ട് A 1,0. A ഉണ്ട്, ഇതുണ്ട്. യെസ്, ഉണ്ട്, നമ്മൾ വരച്ചിട്ടുണ്ട് A 1,0. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ക്രിയേറ്റ് നമ്പർ സ്ലൈഡർ വിത്ത് A മിനിമം 0, മാക്സ് 2π ആൻഡ് ഇൻക്രിമെന്റ് 0.1. ഓക്കെ, അപ്പോൾ നമ്പർ സ്ലൈഡർ ആണ്. നമ്പർ സ്ലൈഡർ പറഞ്ഞിരിക്കുന്നത്. യെസ്, നമ്പർ സ്ലൈഡറിൽ പോയി ക്ലിക്ക് ചെയ്തു. A മിനിമം എത്ര? മിനിമം എത്ര? 0, മാക്സ് 2π. ഓക്കെ, മിനിമം 0, മാക്സ് 2π. 2π നമ്മൾ എങ്ങനെ അടിച്ചു കൊടുക്കും ചോദിച്ചാൽ 2 കൊടുക്കുക, pi എന്ന് കൊടുക്കുക. ഇനി അടുത്ത് എന്താണ്? ഇൻക്രിമെന്റ് എത്ര ചോദിച്ചിരിക്കുന്നത്? 0.1 അല്ലേ? യെസ്, 0.1. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലൈഡർ ഉണ്ടാക്കി വെച്ചു. റെഡി, സ്ലൈഡർ ഉണ്ടാക്കി വെച്ചു. ഇനി അടുത്തത് എന്താണ്? using the input command p = rotate a, capital A, 0, plot the point p on the circle. ഓക്കെ, അപ്പോൾ നമുക്ക് p എന്നുള്ള ഒരു പോയിന്റ് എന്ത് ചെയ്യണം? നമ്മുടെ സർക്കിളിൽ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യണം. അതിനായി ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. പിന്നെ നമ്മൾ റീനെയിം ചെയ്യാം അല്ലേ? റീനെയിം ചെയ്തിട്ട് എന്ത് കൊടുത്തു? p എന്ന് കൊടുത്തു. ഓക്കെ, p എന്ന് കൊടുത്തു. ഇനി ഇൻപുട്ട് കമാൻഡ് നമ്മൾ പറഞ്ഞിരിക്കണം p = എന്ത് ചെയ്യുക? p = rotate a, small a, ഇത് നമ്മൾ പൊതുവെ തെറ്റിദ്ധരിക്കുന്നത് എന്തായിരിക്കും? 0 എന്നായിരിക്കും. പക്ഷേ ഇത് O ആണ് കേട്ടോ. ഓക്കെ, a, small a, O ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ O ആയിട്ട് കൊടുത്തു. അതാ, ഒന്നും കൂടി കൊടുക്കാം. p = എന്ത് കൊടുത്തു? rotate a, O. ഓക്കെ, അപ്പോൾ സ്ലൈഡർ മാറ്റുന്നത് മാറണം. യെസ്, റെഡി. ഇനി അടുത്ത് എന്താണ്? അടുത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ജോയിൻ OP യൂസിങ് ലൈൻ സെഗ്മെന്റ്. ഓക്കെ, ലൈൻ സെഗ്മെന്റ് നമ്മൾ OP എന്നുള്ള ലൈൻ എന്ത് ചെയ്യാം? യെസ്, വരയ്ക്കുക. OP നമ്മൾ എങ്ങനെ വരയ്ക്കുക? സെഗ്മെന്റ് എടുക്കുക, O എടുക്കുക, എന്ത് ചെയ്യാം? P കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി കളിക്കാം. റെഡി. ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ എയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുക. ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ ഇൻപുട്ട് ബോക്സിൽ പോവുക, A കൊടുക്കുക, ലിങ്ക്ഡ് ഒബ്ജക്റ്റ് A എന്ന് കൊടുക്കുക. റെഡി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഇനി ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, write the method of finding following values using the applet. Also find the value. ഓക്കെ, ഇപ്പോൾ നമുക്ക് sin 5.2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വിചാരിച്ചു. ഇവിടെ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ P എന്നുള്ള പോയിന്റിന്റെ എന്തെടുത്തു? കോർഡിനേറ്റ്സ് എടുക്കുക. അതിന് നമ്മൾ നെയിം ആൻഡ് വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, പോയിന്റ് കിട്ടിയല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പോയിന്റിന്റെ എക്സ് ആക്സിസ് ഉണ്ടല്ലോ, അതായത് കോർഡിനേറ്റിന്റെ എക്സ് വാല്യൂ കോസും വൈ വാല്യൂ സൈനും ആയിരിക്കും. ഓക്കെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. പോയിന്റിന്റെ എക്സ് വാല്യൂ കോസും വൈ വാല്യൂ സൈനും. ഓക്കെ, അപ്പോൾ നമുക്ക് സൈനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ സൈന് നോക്കാം. സൈന് 5.2 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 5.2 നോക്കുക. അപ്പോൾ A എന്ത് കൊടുക്കുക? 5.2 കൊടുക്കുക. A 5.2. അപ്പോൾ താഴെ എവിടെയെങ്കിലും വരും. യെസ്, അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കുക? സൈനിന്റെ വാല്യൂ
-0.88 ആണ്. ഓക്കെ, -0.88 ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ ആയി. ഇനി അടുത്തത് ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് മാർക്ക്. ഓക്കെ, മിനിമം എ സ്ലൈഡർ ഇസ് ആൻസർ ക്വസ്റ്റ്യൻ വിത്തൗട്ട് എഡിറ്റിംഗ് ദ സ്ലൈഡർ. സ്ലൈഡർ എഡിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ. ആദ്യത്തെ സൈൻ -4.3 എടുക്കുക. നമ്മൾ സ്ലൈഡറിനെ എഡിറ്റ് ചെയ്യാതെയാണ് നമ്മൾ ആദ്യം ചെയ്തത്. എങ്ങനെ? ഇൻപുട്ട് ബോക്സ് മാറ്റിയത്. സ്ലൈഡർ നമ്മൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സ്ലൈഡർ എഡിറ്റ് ചെയ്യാതെയാണ്. എഡിറ്റ് ചെയ്യാൻ നോക്കണമെങ്കിൽ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ അമർത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സൈന് -4.3. -4.3 അടിച്ചു കൊടുത്തു. -4.3. ഓക്കെ, 3 എടുത്തു കൊടുത്തു. അപ്പോൾ നമുക്ക് സൈൻ്റെ വാല്യൂ എന്താ കിട്ടി? 0.92 എന്ന് കിട്ടി. റെഡി? ഇനി റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ഓൺലി വൺ. ഓക്കെ, അടുത്തത് ചോദിച്ചിട്ടുണ്ട്. സീക്ക് 2.5. ഓക്കെ, ഹിന്റ് യു ക്യാൻ യൂസ് 1, x of p, 1, y of p, x of p by y of p. ഓക്കെ, റെഡി. നമുക്ക് എന്ത് ചെയ്യാം? ടാൻ ആദ്യം നോക്കാം. ടാൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ടാൻ 4.6 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഇത് ആദ്യം 4.6 ആക്കി. 4.6 ആക്കി. അതിന് ശേഷം നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് കോസ് ആണ്, വൈ കോർഡിനേറ്റ് സൈൻ ആണ്. ടാൻ എങ്ങനെ നമുക്ക് കിട്ടും? സൈൻ ബൈ കോസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഓഫ് പി ഡിവൈഡഡ് ബൈ വൈ ഓഫ് പി എന്ന് കൊടുത്തു. അപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് ടാൻ എക്സ്. അപ്പോൾ ബി എന്നുള്ള വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 0.11 കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? നമുക്കൊന്നും കൂടി നോക്കാം. നമുക്ക് എന്ത് കൊടുത്തു? എ അല്ലെങ്കിൽ വേണ്ട, എക്സ് ഓഫ് പി ഡിവൈഡഡ് ബൈ വൈ ഓഫ് പി എന്ന് കൊടുത്തു. 0.11 തന്നെ ആയിരിക്കും അല്ലേ? യെസ്, 0.11 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് പി ബൈ വൈ ഓഫ് പി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0.11. അതാണ് ടാൻ 4.6. ഇനി അടുത്ത് സീക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു ചോദിച്ചു. സീക്ക് ആരുടെയാണ്? സീക്ക് കോസിന്റെ അല്ലേ? യെസ്, സീക്ക് കോസിന്റെ ആണെങ്കിൽ കോസിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അതായത് എക്സ് വാല്യൂയുടെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ നമ്മൾ 1 ബൈ നമുക്ക് എന്ത് കൊടുക്കാം? 1 എക്സ് ഓഫ് പി എന്ന് കൊടുക്കും. അപ്പോൾ അത് എത്ര കിട്ടി? -8.92 എന്ന് കിട്ടി. ഇതാണ് സീക്ക് 4.6ന്റെ വാല്യൂ. റെഡി? അപ്പോൾ നമ്മൾ ലാബിൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ വെച്ചിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം കേട്ടോ. റെഡി? ഇനി അടുത്ത ലാബ്. നമുക്ക് ലാബ് 9 കോണിക് സെക്ഷൻസ് ആണ്. കോണിക് സെക്ഷൻ നമ്മൾ അധികം ചോദിച്ച് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ലാബ് 10. അതേപോലെ തന്നെ സർക്കിൾസ് ആൻഡ് പാരബോള നമുക്ക് ആവശ്യമില്ല, സ്കിപ്പ് ചെയ്തു. ലാബ് എലിപ്സ് ആൻഡ് ഹൈപ്പർബോള സ്കിപ്പ് ചെയ്തു. ബേസിക്സ് ഓഫ് 3D സ്കിപ്പ് ചെയ്യുക. യെസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബ് 13. ഞാൻ ഈ സ്കിപ്പ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന് അധികം ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ലാബ് തന്നെയാണ് ഇത്. ലാബ് ഈ കോണിക് സെക്ഷനും അതേപോലെ തന്നെ ഹൈപ്പർബോള എലിപ്സ് ഒക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നമുക്ക് സ്കിപ്പ് ചെയ്ത് ആക്കിയാലും കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഉള്ള ലാബുകൾ നന്നായി വൃത്തിയായി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ലാബ് 13 ലിമിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ഓൺലി വൺ ഓഫ് ദ ഫോളോയിങ് ഇൻപുട്ട് കമാൻഡ്. ആദ്യം ഒരു ഫംഗ്ഷൻ അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷൻ അടിച്ചു കൊടുക്കാം അല്ലേ? പക്ഷേ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്ത നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ന്യൂ പുതിയ ഒരെണ്ണം എനിക്ക് വേണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു സംഭവം എന്ത് ചെയ്യാം? ഈ ഒരു സാധനം ഡ്രൈവിലേക്ക് ഷെയർ ചെയ്യാം. കോപ്പി ഡ്രൈവ് ടു പേസ്റ്റ്, സോറി പേസ്റ്റ് ടു ഡ്രൈവ്. അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്താൽ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഓക്കെ, റീസെന്റ് ഇവിടെ എന്ത് ചെയ്യാം?
നമ്മളെന്നാ അടിച്ചു കൊടുത്തിട്ടേ പോകുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് വേഗം വേഗം ചെയ്യാം. ഓക്കെ, ഡിലേ ആവുന്നുണ്ട്, സോറി. പി ഡി എഫിൽ ആയിട്ടുണ്ട്, ആരുമില്ല. ഓട്ടെ, ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യുക? നമ്മൾ ഹോമിൽ പോയി ടൈറ്റിൽ ഫോൾഡർ അല്ല, ഡ്രൈവ് വേഗം നോക്കാം കേട്ടോ. ഒരു മിനിറ്റ് റെഡിയാക്കാം. ഒരു പുതിയൊരു ഫോൾഡർ തുറന്നിട്ട് പുതിയ ഫോൾഡർ നമ്മൾ തുടങ്ങാം. ഓക്കെ, ഫയൽസ്, ഓപ്പൺ വിത്ത് വ്യൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി ചെയ്ത് എഴുതാമെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഡ്രൈവ് ക്ലോസ് ചെയ്യാം. ഡ്രൈവിൽ നടക്കുന്നില്ല. ഓക്കെ, ഫുൾ സ്ക്രീൻ ആക്കാം. ഓക്കെ, യെസ്, കോപ്പി ചെയ്യാം. യെസ്, കോപ്പി. ഇനി എന്ത് ചെയ്യുക? ജിയോജിബ്രയിൽ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് പേസ്റ്റ്, കൺട്രോൾ വി, പേസ്റ്റ്. യെസ്, നമുക്ക് ഇങ്ങനെയൊരു ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കണം. യെസ്, ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയൊരു ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കണം. യെസ്, തന്നിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഓക്കെ യൂസിങ് ദ എബോവ് ഇൻപുട്ട് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ വരച്ചു. ഒബ്സർവ് ദ ഗ്രാഫ്, റൈറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 5 നമ്മൾ എന്ത് നോക്കണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നോക്കണം. ഓക്കെ, അപ്പോൾ എൽ എച്ചിൽ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, എൽ എച്ചിൽ നമുക്ക് എത്ര? എക്സ് ഗ്രേറ്റർ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8. ഓക്കെ, എക്സ് 5 കൊടുത്തു. ഈ സമയത്ത് നമ്മൾ എക്സിൽ നമ്മൾ ഇത് 5 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമ്മൾ ജിയോജിബ്ര എടുത്തു, നമ്മൾ നോക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ അതായത് 5 സ്ക്വയർ നോക്കുകയാണ്, മൈനസ് 6 സ്റ്റാർ 5 പ്ലസ് 8. എത്ര കിട്ടി? ഇവിടെ വാല്യൂ A3 ആയിട്ട് കിട്ടി അല്ലേ? 3 ആണ്. ഓക്കെ, അപ്പോൾ എൽ എച്ചിൽ എന്താണ്? S3 ആണ്. ആർച്ചിൽ എക്സ് അതായത് 5 ആണ്. ഓക്കെ, അപ്പോൾ എൽ എച്ചിൽ 3, ആർച്ചിൽ 5. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് എൽ എച്ചിൽ നോട്ട് ഈക്വൽ ടു ആർ എച്ചിൽ. അപ്പോൾ എക്സിസ്റ്റൻസ് നോക്കാൻ പറഞ്ഞാൽ ഇല്ല, ലിമിറ്റ് ഇല്ല. ഓക്കെ, ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര വിൻഡോ ആൻഡ് ക്രിയേറ്റ് സ്ലൈഡേഴ്സ് എ ബി വിത്ത് ഇൻക്രിമെന്റ് 0.1. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു സ്ലൈഡർ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. റെഡി, എ സ്ലൈഡർ 0.1 കൊടുത്തു. ഇനി ബി സ്ലൈഡറും 0.1 കൊടുത്തു. ബി സ്ലൈഡർ ഉണ്ടാക്കി 0.1 എന്തായാലും കൊടുത്തു. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത് ചോദിച്ചിരിക്കണം കമാൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ തന്നെ എടുത്തു. റെഡി, കോപ്പി ചെയ്തു. എന്ത് ചെയ്തു? ജിയോജിബ്രയിൽ പേസ്റ്റ് ചെയ്തു. റെഡി. ഇനി നമുക്ക് നോക്കേണ്ട എന്താ വെച്ചാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ നോക്കാം. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് change the values of a and b and so that the limit of the function f of x exists at x is equal to 5. Okay, find the value of a and b, limit x is equal to 5. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5ൽ കണ്ടോ ഗ്രാഫ് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ 5 എന്നുള്ള പോയിന്റിൽ ഇവിടെ എന്തില്ല?
സൂം ചെയ്യാൻ പറ്റുന്നില്ല, സോറി. 5 എന്നുള്ള പോയിന്റിൽ ഇത് 5 ആണല്ലോ, 5 ആണല്ലോ. 5 എന്നുള്ള പോയിന്റിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നില്ലേ? ആ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഇനി എയും ബിയും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം തന്നെ സ്ലൈഡ് നമ്മുടെ ഗ്രാഫും മാറും. ഓക്കെ, അപ്പോൾ എയും ബി 5 എന്നുള്ള പോയിന്റിൽ ഈ കണ്ടിന്യൂറ്റി വരാൻ, അതായത് ഗ്രാഫ് ജോയിൻ ആവാൻ നമുക്ക് എയും ബിക്കും എന്ത് വാല്യൂ കൊടുക്കാന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ സ്ലൈഡർ എന്ത് ചെയ്തു? മാറ്റി കളിച്ചു. സ്ലൈഡർ മാറ്റി ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ വന്നു, ഇങ്ങനെ യെസ് അബ്സല്യൂട്ട് കണ്ടിന്യൂസ്. യെസ്, നമ്മൾ എ 0.4 ബി 1 കൊടുത്തപ്പോൾ എന്തായി? യെസ്, നമ്മുടെ ഗ്രാഫ് എന്തായി? 5 കണ്ടിന്യൂസ് ആയി. ഓക്കെ, ഇനി അടുത്തത് കൺസിഡർ ആപ്ലെറ്റ് ആസ് ഫോളോസ്. 2 സ്ലൈഡേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണം. മാർക്കിങ് π/2 ആക്കണം എക്സ് ആക്സിസിൽ. ഓക്കെ, ചെയ്യാം. ആദ്യം നമ്മുടെ ആദ്യത്തെ ആൾക്കാരെയൊക്കെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. വേം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്ലൈഡേഴ്സ് ആദ്യം ഉണ്ടാക്കി, ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യും, വേണ്ട. ഓക്കെ, സ്ലൈഡേഴ്സ് ആദ്യം നമ്മൾ ആദ്യം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി. എന്ത് ചെയ്തു? 0.1 എന്ന് കൊടുത്തു. ഓക്കെ, ബിന്ന് കൊടുത്തു. ബിയും 0.1 തന്നെ കൊടുത്തു. ബി 0.1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ 2 സ്ലൈഡേഴ്സായി. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് ദ മാർക്കിംഗ് ഓഫ് ദ എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2. നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 അല്ലേ കാണാം. നമുക്ക് മാറ്റണം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ് ആക്സിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സ് ഉണ്ടാവില്ല. ഗ്രാഫിക്സിൽ അമുക്കിയ ശേഷം നമുക്ക് അഡ്വാൻസ്ഡ് ആയിരിക്കും. യെസ്, അഡ്വാൻസ്ഡ് അല്ല, ബേസിക് സ്ലൈഡർ. നമുക്കൊരു ഡിസ്റ്റൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. തെറ്റിപ്പോയതുകൊണ്ട്. ഓക്കെ, എക്സ് ആക്സിൽ ക്ലിക്ക് ചെയ്തു, ഗ്രാഫിക്സ് എടുത്തു, ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. എക്സ് ആക്സിസ് കൊടുത്തു, ഡിസ്റ്റൻസ് എടുത്തു. ഡിസ്റ്റൻസിൽ നമുക്ക് π/2 ആക്കണം പറഞ്ഞു. π/2 ആക്കി, π/2 ആക്കാൻ പറഞ്ഞു. യെസ്, π/2 ആക്കി. ഓക്കെ, ഇത് നമുക്ക് ഡയറക്ഷൻസ് ഉണ്ട്. ഗ്രാഫിക്സ് പൂരിപ്പിക്കുക. ഗ്രാഫിക്സ് നമുക്ക് എക്സ് ആക്സിൽ π/2 ആക്കാം. ഓക്കെ, ഇൻപുട്ട് കമാൻഡ് ഇഫ് എക്സ് ലെസ് ദാൻ π/2 a star sin x, 2/π x plus b. ഇത് ജസ്റ്റ് ഇൻപുട്ട് അടിച്ച് കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇൻപുട്ടിലിടാം ഈ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കൺട്രോൾ വി നമുക്ക് ഇതിലിട്ടു. ഓക്കെ, ഇനി ഇതിലടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് a and b so that the limit of the function π/2 at 3. Draw a rough sketch on the graph. ഓക്കെ, ഇത് എയും ബിയും നമുക്ക് ഈ ഫംഗ്ഷൻ കണ്ടോ? ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ π/2 എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ആ ഡിസ്കണ്ടിന്യൂറ്റി മാറ്റണം. ഓക്കെ, അതിന് നമ്മൾ എ ആൻഡ് ബി മാറ്റി. നമ്മൾ ഇതുവരെ ഇങ്ങനെ തന്നെ വെച്ചു. ബി മാറ്റി. റൈറ്റ്, ബി നമ്മൾ എന്ത് കൊടുത്തു? സൂം ചെയ്ത് നോക്കൂ. A1 ബി 0 ആയപ്പോൾ എന്തായി? ഈ ഗ്രാഫ് π/2 കണ്ടിന്യൂസ് ആയി. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ആ ഗ്രാഫ് എന്ത് ചെയ്യുക? നമ്മുടെ ആൻസർ ഷീറ്റിൽ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ലാബ് 13 കംപ്ലീറ്റ് ആയി. റെഡി? ഇനി അടുത്ത് ലാബ് 18 ഫങ്ഷൻസ്. Draw the graph of f of x is equal to r to r. Say whether it is 1 1 or 2. Write the reasons. ഓക്കെ, നമ്മൾ ആദ്യത്തെ ആളെ എടുത്തു. f of x equal to 2x square minus 4x plus 2. പിന്നെ നമ്മൾ വേണ്ട, നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാം. 2x cube minus 4x plus 2 അല്ലേ? ഓക്കെ, ഇവിടെ ജിയോജിബ്ര S1 വരൂ. യെസ്, 2x square 2x cube minus 4x plus 5 അല്ലേ? ഇതൊക്കെ ഡിലീറ്റ് ചെയ്തു. നമ്മൾ f of x is equal to നമ്മൾ എന്ത് കൊടുത്തു? 2x cube minus 4x plus 2 അല്ലേ? minus 4x plus 2. ഓക്കെ, 2. ഓക്കെ, ഇതിൽ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രാഫ് 1 1 ആണോ 2 ആണോ നോക്കണം. ഓക്കെ, ഇതിൽ 1 1 നമ്മൾ എങ്ങനെ നോക്കും? നമ്മളൊരു ലൈൻ എടുത്തു. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻ എടുത്തു, അതുകൊണ്ട് പാരലൽ ലൈൻ എടുത്തു. എന്നിട്ട് അത് എക്സ് ആക്സിസ് നമ്മൾ കൊണ്ട് വെച്ചു. എന്നിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെ നോക്കുക. നമുക്ക് 2 പോയിന്റ്സിൽ അധികം ടച്ച് ഉണ്ടെങ്കിൽ അതെന്തല്ല? 1 1 അല്ല അല്ലേ? യെസ്,
1 അല്ല, പക്ഷെ ഇത് ഓൺ ടു ആണ്. ഓൺ ടു എങ്ങനെ പറഞ്ഞാൽ ഗ്രാഫ് വൈ ആക്സിസിൽ ഒരു ടൈംസ് എങ്കിലും ടച്ച് ആവും. അതുകൊണ്ട് ഇത് എന്താണ് ഓൺ ടു ആണ്, പക്ഷെ എന്തല്ല 1 അല്ല. കാരണം 1 പറഞ്ഞാൽ 3 പ്രാവശ്യമൊക്കെയാണ് ഇവിടെ ടച്ച് ആവും. ഒരു പ്രാവശ്യം മാത്രം ടച്ച് ആവുകയാണെങ്കിൽ അതെന്തുള്ളൂ? യെസ്, 1 റെഡി. ഇത്ര നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, മാറ്റി. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഞാൻ അടുത്ത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് കൺസിഡർ ഓൺലി വൺ ഫംഗ്ഷൻ. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. ഈ ഗ്രാഫ് നമ്മൾ ആദ്യത്തെ ഗ്രാഫ് കേട്ടോ, x² - 2x - 2 നമ്മൾ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് പേസ്റ്റ് കൊടുത്തു. x² ഇവിടെ ഒരു ഇതുണ്ട്, എന്ത് ചെയ്യാം, കൊടുത്തു. ഓക്കെ ഓക്കെ. ഇനി ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? യെസ്, ഡൊമൈനും റേഞ്ച് അല്ലേ. റീഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ബൈജക്ഷൻ. ഓക്കെ, നമ്മളിവിടെ റീഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇവിടെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇത് എന്താണ്? യെസ്, 1 ഫംഗ്ഷനാണ്, പക്ഷെ എന്തല്ല, സോറി ഓൺ ടു ഫംഗ്ഷൻ, പക്ഷെ എന്തല്ല 1 അല്ല. ഇതിന് നമ്മൾ എങ്ങനെ മാറ്റും? ഇതല്ലേ ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത്, x² - 2x - 2. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ റീഡിഫൈൻ ചെയ്യണം. റീഡിഫൈൻ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് ഒന്ന് മാറ്റട്ടെ. ഓക്കെ, ഈ സാധനം എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് എന്താക്കി, 1 2 3 4 അങ്ങനെ ആക്കി. ഓക്കെ, എന്ത് ചെയ്തു, ഇതിനെ റീഡിഫൈൻ ചെയ്യണം. ഈ ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തു. ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഫംഗ്ഷൻ എവിടെയാണ്? 1 0 കഴിഞ്ഞ് കൂട്ടി നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയില്ലേ? റെഡി. ഈ ഫംഗ്ഷൻ എന്തായി? ബൈജക്ഷനായി. 1 ആണ്, ഓൺ ടു. റെഡി. അതോ ഇങ്ങനെയാണോ? നോക്കട്ടെ. നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 1 കൊടുത്ത് നോക്കാം. 1. യെസ്, ഇപ്പോഴാണ് കറക്റ്റ്. ഇപ്പോൾ ഇതെന്താണ്? 0 തന്നെ കേട്ടോ. 0 സോറി. അപ്പോൾ എന്തായി? ഫംഗ്ഷൻ നമ്മൾ റീഡിഫൈൻ ചെയ്തപ്പോൾ കണ്ടിന്യൂസ് ആയി. ഓക്കെ, പിന്നെ എക്സ്പോഷർ ഒന്ന് കൂട്ടുണ്ട് കേട്ടോ. എക്സ്പോഷർ കട്ട് ചെയ്തോട്ടെ. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡിഫൈൻ ചെയ്തു. ഇനി അടുത്തത് എന്താണ്? draw the command example for exists domain f of x is give the input right, f is greater than 3. ഓക്കെ, നമ്മൾ 0 to ഇത് കൊടുത്തല്ലോ. ഇത്ര. ഇനി അടുത്തത് ഓക്കെ, കൺസിഡർ ഓൺലി വൺ ഫംഗ്ഷൻ. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിന് ഒരു തെറ്റുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ റീഡിഫൈൻ ചെയ്തതിൽ തെറ്റുണ്ടോ നോക്കട്ടെ. നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ എക്സ്, ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? ഈ ഒരു ആദ്യം നമ്മൾ വരച്ചാൽ ഈ ഗ്രാഫിൻ്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്തായിരിക്കും? -3 to സോറി എത്ര ഡൊമൈൻ എത്ര പറഞ്ഞിരിക്കുന്നു? 3 to infinity ആണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഡൊമൈൻ എത്ര ഇവിടെ? ഡൊമൈൻ റിയൽ നമ്പറാണ്. ഓക്കെ, നമ്മൾ ഒരു കാര്യം ചെയ്യാം. കോമ എക്സ് ഗ്രേറ്റർ ദാൻ എന്ത് കൊടുത്തു? ഗ്രേറ്റർ ദാൻ -3 എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ വരൂ? ഇല്ല അല്ലേ? അപ്പോൾ കറക്റ്റ് ആണ്. യെസ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ റീഡിഫൈൻ ആയി. ഓക്കെ, അത്രേ ഉള്ളൂ. സോറി, കൺഫ്യൂഷൻ ഇല്ല, അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് കൺസിഡർ ഓൺലി വൺ ഫംഗ്ഷൻ 3 sin 2x നമ്മളെടുത്തു. ഓപ്പൺ ജിയോജിബ്ര സെറ്റിംഗ്സ് എൻ്റെ π/4. ഓക്കെ, 3 sin 2x അല്ലേ? ഓക്കെ, അപ്പോൾ വേഗം 3 sin 2x എന്നാക്കി. 3 sin 2x എന്നാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? π/4 ആക്കിയില്ലേ? എക്സ് ആക്സിസ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തു. നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആക്സിസ് എടുത്തു, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തു. ഇവിടെ കാണുന്നില്ലല്ലോ.
എക്സ് ആക്സിസ്, സോറി എക്സ് ആക്സിസ് ഗ്രാഫിക്സ്. യെസ്, ഇതിൽ എക്സ് ആക്സിസ് എടുത്തു, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് നമ്മൾ π/4 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, π/4 ടൈപ്പ് ചെയ്തപ്പോൾ എക്സ് ആക്സിസ് π/4 ആയി. ഇനി ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ എബോവ് ഫംഗ്ഷൻ, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. റേഞ്ച് എത്ര ഇവിടെ, റേഞ്ച് എത്ര പറഞ്ഞിരിക്കുന്നു? റേഞ്ച് -3 to 3. യെസ്, -3 to 3 ആണ് റേഞ്ച്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? യെസ്, റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് യെസ്, റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ. ഓക്കെ, ഇഫ് നമുക്ക് ഇവിടെ ഇത് തന്നിട്ടുണ്ട്, ഡോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. എക്സാമ്പിൾ ഫോർ ദ ഇൻപുട്ട് കമാൻഡ്, ഇഫ് ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ f of x is -π/2 to π, give the input command if -π/2 to. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസ്ട്രിക്ഷൻ ചെയ്യാൻ സാധിക്കും. ഈ റെസ്ട്രിക്ഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ, നമുക്ക് ഇത് എങ്ങനെ ബൈജക്ഷൻ ആക്കാം, എങ്ങനെ ഇതിനെ ബൈജക്ഷൻ ആക്കും? നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, ഇതേ ഇൻപുട്ട് തന്നെ നോക്കിയാലോ, ഇതേ ഇൻപുട്ട്. ഓക്കെ, എഫ് കോമ, ഇതിനെ ജസ്റ്റ് കോപ്പി ചെയ്തു, കോപ്പി ചെയ്തു, ഇതിനെ അടുത്ത് എന്ത് ചെയ്തു? പേസ്റ്റ് ചെയ്തു. ഓക്കെ, കോപ്പി പേസ്റ്റ്. ഓക്കെ, കോപ്പി ഇതിൽ തന്നെ കൊടുക്കാൻ. ഓക്കെ, ഇതിൽ തന്നെ കൊടുത്തു, കോമ കൺട്രോൾ. ഇല്ല, വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് കമാൻഡിൽ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് അടിച്ചു. ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, എഫ് കോമ ബ്രാക്കറ്റ് വേണം, ബ്രാക്കറ്റ് വരുന്നില്ല. യെസ്, എഫ് കോമ ബ്രാക്കറ്റ് അടിച്ചു. സോറി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ ഒന്നും കൂടി, ഇൻപുട്ടിനെ ഒന്നും കൂടി കൊണ്ടുവന്നു കേട്ടോ. കൺട്രോൾ V കൊടുക്കാം. ഓക്കെ, ഇൻപുട്ട് എന്ത് ചെയ്തു? ഇതിനെ സംഭവം കൊണ്ടു. ഓക്കെ, ഓക്കെ, ഇതിനെ എങ്ങനെ നോക്കാം? ഇൻപുട്ട് എന്താ പ്രശ്നം? അത്രയല്ലോ. യെസ്, ഓക്കെ, നമ്മൾ ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഇൻപുട്ട് നമ്മൾ ഇതിലേക്ക് ടൈപ്പ് ചെയ്തു. ഇതിലേക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊരു എന്ത് കിട്ടും? ഇങ്ങനെയൊരു സംഭവം കിട്ടും, ഇങ്ങനെയൊരു ഗ്രാഫ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബൈജക്ഷൻ ആണോ? അല്ല അല്ലേ, കാരണം 1 1 അല്ല, 2 പ്രാവശ്യം ടച്ച് ആവുന്നുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും? നമുക്ക് നോക്കിയാലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് π/2 പകരം എന്താക്കാം? 0 to π ആക്കി നോക്കിയാൽ. യെസ്, എന്തായി? ബൈജക്ഷനായി. അപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 0 to π/4 ആക്കി നോക്കാം. π/4. ഓക്കെ, ഇതിനെ π/4 ആക്കി, π/4. ഇപ്പം എന്തായി? ശരിക്കും ബൈജക്ഷനായി. 1 1 ആണ് ചോദിച്ചാൽ 1 1 ആണ്, ഓൺ 2 ആണ് ചോദിച്ചാൽ ഓൺ 2. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു? ബൈജക്ഷൻ ആയിട്ട് നമുക്ക് റീഡിഫൈൻ ചെയ്തു. ഇനി അടുത്തത് ലാബ് 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ് സ്കിപ്പ് ചെയ്യണം നമ്മൾ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇൻവെർസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇല്ല, കണ്ടിന്യൂറ്റി ഉണ്ട്. യെസ്, നമുക്ക് കണ്ടിന്യൂറ്റി നോക്കാം. കണ്ടിന്യൂറ്റി ലാബ് 25 കണ്ടിന്യൂറ്റി. ഓക്കെ, നമ്മൾ പറഞ്ഞു യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് ഗിവൻ ബിലോ എഫ് ഓഫ് എക്സ് നമ്മൾ നോക്കി. കൺസിഡർ ഓൺലി വൺ ഫംഗ്ഷൻ. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ തന്നെ എടുക്കാം. ഓക്കെ, റെഡി. കോപ്പി അടിച്ചു, കോപ്പി. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്തു? കോപ്പി അടിച്ചു, പേസ്റ്റ്, കോപ്പി പേസ്റ്റ്. ഓക്കെ, ഈ സംഭവം ഉണ്ടാകും. ഇനി ഒരു ഗ്രാഫ് വരും. ഇനി ക്രിയേറ്റ് സ്ലൈഡർ കെ വിത്ത് ഇൻക്രിമെന്റ് 0.1. ഓക്കെ, സോറി, നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷന് ഗ്രാഫ് ഇതാണ്. റൈറ്റ് ദ റീസൺ ഫോർ ഇറ്റ്സ് ഡിസ്കണ്ടിന്യൂറ്റി. നമ്മൾ എക്സ് 1 ആയിട്ട് ഈ ഗ്രാഫിൽ, അതായത് എക്സ് ആക്സിസിൽ 1 നോക്കുക. ഓക്കെ, എക്സ് ആക്സിസിൽ 1 നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സ് ആക്സിസ് 1ൽ ഇതിവിടെ എന്താണ്?
സോറി, ഗ്രാഫിൻ്റെ ഇത് മാറ്റട്ടെ. മാറ്റി, ഗ്രാഫിക്സ് മാറ്റി നമ്മൾ എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് എന്തായി 1 ആയിട്ട് തന്നെ എടുത്തു കേട്ടോ. ഓക്കെ, നമ്മൾ പഴയ രീതിക്ക് കൊണ്ടുപോകുന്നു, പഴയ രീതി. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ 1ൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലേ ഗ്രാഫ്. ഈ ഡിസ്കണ്ടിന്യൂറ്റി എന്തുകൊണ്ടാണ് ചോദിച്ചാൽ LHL നോട്ട് ഈക്വൽ ടു RHL, എക്സ് സ്ക്വയർ 1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു 3 + 1 4, 3 നോട്ട് ഈക്വൽ ടു 4, സോറി 1 നോട്ട് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്താ പറയുക, LHL നോട്ട് ഈക്വൽ ടു RHL, സോ ഗ്രാഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 1. ഇനി അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് കെ സ്ലൈഡർ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, k ഈക്വൽ ടു 0.1 എന്ന് ഒരു സ്ലൈഡർ ഉണ്ടാക്കി. സ്ലൈഡർ കെ എന്ത് ചെയ്തു 0.1 എന്ന് കൊടുത്തു. ഓക്കെ, 0.1 കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, യൂസിങ് ദ കമാൻഡ് ഇൻപുട്ട് ഈ കമാൻഡ് നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, കോപ്പി അടിച്ചു. ഓക്കെ, ആദ്യത്തെ കമാൻഡ് നമ്മൾ ഇത് ചെയ്തു, കോപ്പി ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പേസ്റ്റ് അടിച്ചു. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ ക്വസ്റ്റ്യനിൽ, ഓക്കെ ക്രിയേറ്റ് യെസ് കൺസിഡർ ഓൺലി വൺ ഫംഗ്ഷൻ കെ വാല്യൂ നമ്മൾ മാറ്റുമ്പോൾ എപ്പോഴാണ് ഈ ഏത് കെ വാല്യൂവിലാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് എന്താവുക, കണ്ടിന്യൂസ് ആവുക ചോദിച്ചിരിക്കുക. നമുക്ക് നോക്കാം, കൊടുത്തു k ഈക്വൽ ടു 0 കണ്ടിന്യൂസ്, അത്ര ഉള്ളൂ. സ്ലൈഡർ മാറ്റി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് 2 സ്ലൈഡേഴ്സ് വിത്ത് a and b വിത്ത് ഇൻക്രിമെന്റ് 1. ഓക്കെ, a and b വിത്ത് ഇൻക്രിമെന്റ് 1. ഓക്കെ, രണ്ട് സ്ലൈഡേഴ്സ് നമ്മൾ ഉണ്ടാക്കി. ഇതിലൊന്ന് a ആണ്, അതിൻ്റെ ഇൻക്രിമെന്റ് 1 ആണ്. അടുത്ത് b ആണ്, അതിൻ്റെ ഇൻക്രിമെന്റ് എന്താണ് 1. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താണ്, കൺട്രോൾ തന്നെ. ഓക്കെ, അടുത്ത റെഡി. ഇനി അടുത്ത എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ്. ഓക്കെ, ഇനി ഇത് നമ്മൾ നോക്കി, ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എടുത്തു കേട്ടോ. ഓക്കെ, ഇനി ഫൈൻഡ് ദ വാല്യൂസ് ഓൺ a and b സോ ദാറ്റ് ദ ഫംഗ്ഷൻ f ഈസ് കണ്ടിന്യൂസ്. നമ്മൾ ഈ കോപ്പി ചെയ്യാൻ പോകുന്ന ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഫംഗ്ഷൻ ഇതാണ് നമ്മൾ ഫംഗ്ഷൻ കോപ്പി ചെയ്ത ഫംഗ്ഷൻ. a and bയിൽ ഈ ഫംഗ്ഷൻ എപ്പോഴാണ് a and b വാല്യൂസ് കണ്ടിന്യൂസ് ആവാൻ ചോദിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, റെഡി, a ഈസ് ഈക്വൽ ടു 0, b ഈസ് ഈക്വൽ ടു 1 എവിടെ കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചത്, 1 is continuous. Yes, find the values a and b so that the value is continuous at 1 and discontinuous at 3. 1 നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇവിടെ എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി ടോട്ടലായിട്ട് ഇതാവണമെങ്കിലും, ടോട്ടലായിട്ട് കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമുക്ക് നോക്കിയാലോ. നമുക്ക് ഇവിടെ ബി ഇങ്ങനെയുണ്ട്, എ ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇതാ ഈ ഭാഗത്ത് കണ്ടിന്യൂസ് ആയി, അത്രോ A1 B0, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് ലാബ് 27, ഇതും നമുക്ക് വേണ്ടപ്പെട്ടൊരു ലാബ് തന്നെയാണ്. ലാബ് 30 ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ലാബ് 34 ഉണ്ട്, ലാബ് 37 ഉണ്ട്, അതേപോലെ തന്നെ ലാബ് 42 ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ ലാബ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, യെസ്. Okay, increasing and decreasing function. Draw the graph of f of x. Observe the graph, find the interval when the function is increasing or decreasing. Okay, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷൻ എടുത്ത് ഇതിനെ കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജിയോജിബ്രയിൽ വെക്കുക. ഓക്കെ, ഡിലീറ്റ്. ഓക്കെ, ഇത് കൺട്രോൾ പേസ്റ്റ് ചെയ്തു കേട്ടോ. ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്, ക്യൂബാണല്ലേ, ക്യൂബ് -3x + 1 ക്യൂബ് -3x. ഓക്കെ, ഇവിടെ ഏതൊക്കെ ഇൻ്റർവെൽസിനാണ് ഡിക്രീസിങ് നോക്കാൻ പറഞ്ഞിരിക്കുക. അതിനായി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്ത് വെച്ചാൽ എവിടെ മുതലേ ഡിക്രീസിങ് നോക്കി, അല്ല എവിടെയൊക്കെ ഇൻക്രീസിങ് നോക്കി, നമുക്ക് എന്ത് കാണാൻ സാധിക്കും, -∞ -1 വരെ എന്താണ്, യെസ് ഇൻക്രീസിങ് ആണ്. -1 to 1 വരെ എന്താണ്, ഡിക്രീസിങ് ആണ്. ഇനി 1 to ∞ എന്താണ്, യെസ് ആ പിന്നെ ഇൻക്രീസിങ് ആണ്. അത്രയും. ഇനി ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ, ക്രിയേറ്റ് ആൻ ആപ്ലെറ്റ്.
draw the graph of f of x given below. നമുക്ക് f of x equal to x square plus 6x minus 1. ഈ സംഭവത്തിന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുത്തു, ഇതിനെ പേസ്റ്റ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, പേസ്റ്റ്. ഓക്കെ ഓക്കെ എക്സ് സ്ക്വയർ സ്ക്വയർ സ്ക്വയർ. ഓക്കെ, ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ എന്ത് ഗ്രാഫ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.1. സ്ലൈഡ് എ വിത്ത് 0.1 അല്ലെ, ഇൻക്രിമെന്റ് എ 0.1. ഓക്കെ, ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, പോയിന്റ് എ പ്ലോട്ട് ചെയ്യാണ്, എ കോമ എഫ് ഓഫ് എ. ഓക്കെ, നോക്കാം. എ is equal to a comma f of a. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം സ്ലൈഡർ മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പോയിന്റ് നീങ്ങും. ഓക്കെ, ഇനി അടുത്ത് ഡ്രോ ടാൻജന്റ് ടു ദ കർവ് എ ആൻഡ് ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടാൻജന്റ് എങ്ങനെ നമ്മൾ വരയ്ക്കും, നമ്മൾ ആദ്യം ഈ ആംഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, സോറി സർക്കിൾ എന്നുള്ള ഈ ഒരു ലൈനുള്ള സെഗ്മെന്റ് ക്ലിക്ക് ചെയ്യുക, ടാൻജൻസ് എടുക്കുക. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടാൻജന്റ് കിട്ടും. ഇനി ഫൈൻഡ് ദ ഇന്റർവൽ ഇൻ വിച്ച് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇതിന് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം സ്ലോപ്പ് എടുത്തു, സ്ലോപ്പ് ആംഗിളിൽ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഈ ലൈനും സ്ലോപ്പ് എങ്ങനെ നമുക്ക് സ്ലോപ്പ് കിട്ടി. ഓക്കെ, സ്ലോപ്പ് എവിടെയൊക്കെയാണ് നെഗറ്റീവ്, നെഗറ്റീവ് നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു എവിടം വരെ, 3 വരെ, മൈനസ് ഇൻഫിനിറ്റി ടു 3 വരെ എന്താണ് സ്ലോപ്പ് നെഗറ്റീവാണ്. ഇനി 3 to ഇൻഫിനിറ്റിയിലെ സ്ലോപ്പ് പോസിറ്റീവ്. അത്ര. ഇനി അടുത്തത് draw the graph of the function f of x given below. f of x is equal to 2x square minus 6x minus 3x. ഈ സംഭവം നമ്മൾ 13x, ഈ സംഭവം നമ്മൾ എടുത്തു. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രാഫ് അങ്ങോട്ട് വരച്ചു, ഗ്രാഫ് നമ്മൾ വരച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ ആണ് കേട്ടോ, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നു, ഇത് അപ്പർ കേസ്, ഇതും അപ്പർ കേസ്. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഇനി ഫൈൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്, ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് കണ്ടുപിടിക്കാൻ. എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കാൻ പറഞ്ഞിരിക്കുക. ഇവിടെ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. എഫ് ഡാഷ് ഓഫ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നത് 2 പോയിന്റ്സ് ആണ് എക്സ് ആക്സിസിൽ കൊളൈഡ് ആവും. ആ പോയിന്റ്സിനേക്ക് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, മാർക്ക് ചെയ്ത് ജസ്റ്റ് 2 എണ്ണത്തിന് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി ഏതൊക്കെ ഇതിലാണ് നമുക്ക് നോക്കുന്നത്, ഇൻക്രീസിങ് ഡിക്രീസിങ് ആവുന്നത്, ഇന്റർവെൽസ് അറ്റ് വിച്ച് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. മൈനസ് ഇൻഫിനിറ്റി, അതായത് ഈ വാല്യൂ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി നെയിമും വാല്യൂവും കൊടുക്കും, ഇതാണ് അതിൻ്റെ കോർഡിനേറ്റ്. ഇനി അടുത്തത് ബിന്റെ കോർഡിനേറ്റ്, നെയിം ആൻഡ് വാല്യൂ, ഇതാണ് അതിൻ്റെയും കോർഡിനേറ്റ്. ഓക്കെ, അതിൻ്റെ കോർഡിനേറ്റ് ആണ്. റെഡി, ഞാൻ അതിൻ്റെ കോർഡിനേറ്റ് ഇതാണ് 0.78 2.78. ഇനി മൈനസ് ഇൻഫിനിറ്റി ടു 0.78 എന്താണ്, യെസ് ഇൻക്രീസിങ്, മൈനസ് 0.78 ടു 2.78 ഡിക്രീസിങ്. ഓക്കെ, ഈ ഒരു വാല്യൂ ഡിക്രീസിങ്. ഇനി മൈനസ് 2.78 ടു ഇൻഫിനിറ്റി, പിന്നെ ഇൻക്രീസിങ്.
റെഡി? ഇതാണ് എന്ത് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ലാബ് 30 മാക്സിമ ആൻഡ് മിനിമം. Draw the graph of f of x, consider only one function f of x equal to, yes, ഇത് നമുക്ക് നോക്കാം, 8x³ minus 12x² plus 7. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, Ctrl+M, ഇവിടെ Ctrl+V. ഓക്കെ, റെഡി. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇവിടെ പിന്നെ ഒരു മിസ്റ്റേക്ക് വന്നു, അപ്പർ കേസ്. റെഡി. ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് observe the graph and find the points of local maxima or local minimum. Also find the local maximum value and local minimum value. ഇവിടെ ഒരു ലോക്കൽ മാക്സിമവും ഒരു ലോക്കൽ മിനിമമാണ് നമുക്ക് ആകെ കാണാം. അത് ഏതാണ്? യെസ്, ഞാൻ എന്ന് പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, ലോക്കൽ മാക്സിമ. യെസ്, ഇതാണ് ലോക്കൽ മാക്സിമം. ഇതാണ് ഏത്, ലോക്കൽ മിനിമം. ഇനി ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമം പോയിന്റ് കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ എയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എ എന്ന് കൊടുത്തു, 7 ആണ് ലോക്കൽ മാക്സിമം വാല്യൂ. ഇനി എഫ് ഓഫ് ഡി എന്ന് കൊടുത്തു, 3 ആണ് ലോക്കൽ മിനിമം വാല്യൂ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്, നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എടുത്തു, കോപ്പി ചെയ്തു, എന്ത് ചെയ്തു, യെസ്, ഇത് അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, Ctrl+V നമുക്ക് പേസ്റ്റ് ചെയ്തു. ഇവിടെ x³ ആണ്, ഇവിടെ 9x² ആണ്, ഇവിടെ 224x - 5. ഇതാണ് എന്ത്, ഇതല്ലേ, -24x - 5. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, ഇവിടെ ജിയോജിബ്ര ഓപ്പൺ ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കണം, ഫൈൻഡ് ദ ഡ്രോ എഫ് ഓഫ് എക്സ്, പ്ലോട്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് y ആക്സിസ്, ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം എഫ് ഓഫ് എക്സ്. ഓക്കെ, മാക്സിമം ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് വരച്ചു കേട്ടോ. എഫ് ഡാഷ് ഓഫ് എക്സ് വരയ്ക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് വരച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് വാല്യൂ കിട്ടും. ഇനി ഈ സംഭവത്തിൽ നമ്മൾ പോയിന്റ് എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റ്. ഇനി നമ്മൾ ഇതിൽ എഫ് ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, യെസ്, ലോക്കൽ മാക്സിമം വാല്യൂ കിട്ടും. അതാണ് 107. ഇനി എഫ് ഓഫ് ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യെസ്, -18 ലോക്കൽ മിനിമം വാല്യൂ കിട്ടും. ഇത്രേ ഉള്ളൂ. അടുത്തത് ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, draw the graph of the function f of x, find absolute maximum and absolute minimum. In interval നമ്മൾ ആദ്യത്തെ എടുത്തു -2 to 2. ഓക്കെ, ഇനി ഇത് നമ്മൾ എടുത്തു, ഈ ഗ്രാഫ് നമ്മൾ കോപ്പി ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇതാ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തു, കൺട്രോൾ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, ഗ്രാഫ്. ഇതിന്റെ എഫ് ഓഫ് എക്സ് എടുത്തു, എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്തു, എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്തു. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്ത് ഇങ്ങനെ രണ്ട് വാല്യൂസ് വരും. ഇതിൽ നമ്മൾ ഈ പോയിന്റ്സിനേക്ക് എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇത് എ പോയിന്റ്, ഇത് ബി പോയിന്റ്. ഓക്കെ, ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് -2 to 2 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് -2 കണ്ടുപിടിച്ചു. ഓക്കെ, എഫ് ഓഫ് എന്ത് ചെയ്തു, -2 കണ്ടുപിടിച്ചു, അത് 101. ഇനി എഫ് ഓഫ് നമ്മൾ എ കണ്ടുപിടിച്ചു, അതെത്ര, 140. ഇനി എഫ് ഓഫ് ബി കണ്ടുപിടിച്ചു, അത് -203. ഇനി എഫ് ഓഫ് 2 കണ്ടുപിടിച്ചു. നമ്മൾ 4 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 4 പോയിന്റിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൽ ഏത് ഏറ്റവും വലിയ വാല്യൂ, ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്, യെസ്, നമുക്ക് 140 കിട്ടുന്നത്. അപ്പോൾ 140 ആണ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അറ്റ് ബി. ഇനി
അതായത് എഫ് ഓഫ് എയിലാണ് മാക്സിമം വാല്യൂ. ഇനി ഏറ്റവും മിനിമം വാല്യൂ -203 ആണ്, അത് എഫ് ഓഫ് ബി. റെഡി, മാക്സിമം മിനിമം റെഡി. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് വേഗം തീർക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x² - 1. ഓക്കെ, 2x² - 1ന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. ഓക്കെ, 2x² - 1. ഓക്കെ, 2x² - 1ന്റെ ഗ്രാഫ് വരച്ചു. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കണം. എവിടെ മുതൽ? യെസ്, ഇന്റഗ്രേറ്റ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 1 ഉം 2ന്റെ ഇടയിൽ. അതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കമാൻഡ് കൊടുത്തു. ഓക്കെ, നമ്മുടെ കമാൻഡ് കൊടുത്തു. കമാൻഡ് എന്താണ്? കമാൻഡ് നമ്മൾ കൊടുത്തു ക്യാപിറ്റൽ ഇന്റഗ്രൽ എഫ്, 1, 2. നമുക്ക് ഏരിയ കിട്ടി. അതത്ര? യെസ്, ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ജിയോജിബ്ര എടുത്തിട്ട് ഇതാണ് നമ്മുടെ ഏരിയ കേട്ടോ, 3.67. ഓക്കെ, ഇനി അടുത്തത് നമ്മളടുത്ത ഏതാണ്? ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു എഫിന്. ഓക്കെ, എഫിന് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സ്ലൈഡർ അല്ല, ഇൻപുട്ട് ബോക്സ് നമ്മൾ എഫിന് എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ 2x² - 1. ഇനി അടുത്തത് എന്ത് ചെയ്തു? അടുത്തത് ഇൻപുട്ട് ബോക്സ് ഓഫ് ഓക്കെ, വി കൻ എഡിറ്റ് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്. ഓക്കെ, മാറ്റാം. ഓക്കെ, യൂസിങ് ദ എബൌട്ട് ഈ ഒരു ഫംഗ്ഷൻ. ഓക്കെ, y² = 3x - 1. അപ്പോൾ y എന്തായിരിക്കും? റൂട്ട് ഓഫ് 3x - 1. ഓക്കെ, SQRT 3x - 1 കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. എവിടെ മുതൽ എവിടം വരെയാണ് നമുക്ക് ഇന്റഗ്രൽ കണ്ടുപിടിക്കേണ്ടത്? x - 1 to 4 വരെ. 1 to 4 വരെ. അപ്പോൾ ഇന്റഗ്രൽ ഏരിയ നമ്മൾ എടുത്തു 1 to 4 വരെ. 4. ഓക്കെ, 7.48 ഏരിയ കിട്ടി. കഴിഞ്ഞു. ഇനി അടുത്തത് ഓക്കെ, അടുത്തത് ഫൈൻഡ് ഏരിയ ഓഫ് ഗിവൺ കർവ്സ്. ഓക്കെ, ഇത് നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ടൈപ്പ് ഓഫ് വാല്യൂ x² / 9 + y² / 4 = 1. ഇതിൽ നമുക്ക് y-ന്റെ ടേംസിൽ എഴുതാം. y-ന്റെ ടേംസിൽ എങ്ങനെ നമുക്ക് എഴുതാം? 3/2 ഇൻറ്റു നമ്മൾ x², അപ്പോൾ y² - 4 y² / 4 = 1 - x² / 9 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ y² എന്തായിരിക്കും? 9 - x², അതായത് 3/4 ഇൻറ്റു റൂട്ട് ഓഫ് 9 - x², 16 - x² എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3/4 ഇൻറ്റു SQRT ഓഫ് 16 - x². ഈ ഒരു സംഭവം കിട്ടി. നമുക്ക് എവിടെ മുതൽ എവിടം വരെ? -4 to 4 വരെ കണ്ടുപിടിക്കണം. ഓക്കെ, -4 to 4 വരെ കണ്ടുപിടിച്ചപ്പോൾ ഏരിയ 18.85 കിട്ടി. നമുക്ക് ഈ ഒരു എലിപ്സ് അല്ലേ, എലിപ്സിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ A*2 ചെയ്തു, അതായത് ഏരിയ ഡബിൾ എടുത്തു, അതായത് 37.7 നമുക്ക് കിട്ടി. ഇത്ര ഉള്ളൂ. അടുത്ത് വെക്ടേഴ്സ്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എലിപ്സിന്റെ ഇക്വേഷനെ y-ന്റെ രൂപത്തിൽ ആക്കി എഴുതുക എന്നുള്ളത് മാത്രം. ഓക്കെ, അടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വെക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2, 2, 3. ഓക്കെ, 2i 2j 2k എന്ന് പറയുന്ന വെക്ടറും 1 -4 3 എന്ന് പറയുന്ന വെക്ടറും തമ്മിൽ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി. ഓക്കെ, അപ്പോൾ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ 2 പോയിന്റ്സ് എടുത്തു. 3D ഗ്രാഫിക്സ് എനേബിൾ ചെയ്യാം. അതിനായി വ്യൂവിൽ പോവുക, 3D ഗ്രാഫിക്സ് ഓപ്പൺ ആക്കുക. ഓക്കെ, ഇനി അടുത്തത് വെക്ടർ ഫ്രം എ പോയിന്റ് കൊടുക്കുക. വെക്ടർ ഫ്രം എ പോയിന്റ് കൊടുത്ത ശേഷം ഒറിജിനിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ ഒറിജിനിൽ നിന്ന് ഒറിജിൻ ക്ലിക്ക് ആവും. ഒറിജിൻ നമ്മൾ എന്ത് ചെയ്തു? ലോഡിങ് പ്രോബ്ലം ഉണ്ട്, പ്ലീസ്
സോറി, ഇവിടെ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു വെക്ടർ വരച്ചു. ഇതൊരു വെക്ടർ. ഇനി ഒറിജിനിൽ നിന്ന് തന്നെ ഇവിടേക്ക് ഒരു വെക്ടർ വരച്ചു. റെഡി. ഇനി ഇതിന് ശേഷം നമ്മൾ വെക്ടർ ഫ്രം എ പോയിന്റ് എടുത്തു കേട്ടോ. ഓക്കെ, വെക്ടർ ഫ്രം എ പോയിന്റ്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു, ഈ ഒരു വെക്ടറിലേക്ക് ക്ലിക്ക് ചെയ്തു. ഇനി ഈ പോയിന്റിലേക്ക് ഒന്നും കൂടി ടച്ച് ചെയ്തു, വെക്ടർ ഫ്രം എ പോയിന്റ് എടുത്തു, ഈ പോയിന്റിൽ ടച്ച് ചെയ്തു, എന്നിട്ട് ഈ വെക്ടർ കൊണ്ട് ടച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു പാരലഗ്രാം കിട്ടുകയാണ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ആക്ടിവിറ്റി, ഈ ഒരു വെക്ടർ എടുത്തു. ഓക്കെ, കൺസ്ട്രക്ട് ദ വെക്ടർ യു. വെക്ടർ യു കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെയൊക്കെ ഡിലീറ്റ് ചെയ്യട്ടെ. ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഡിലീറ്റ്. ഓക്കെ, നമുക്ക് കൺസ്ട്രക്ട് വെക്ടർ യു 2i 3j 4k. ഓക്കെ, വെക്ടർ കൺസ്ട്രക്ട് ചെയ്തു. വെക്ടർ എന്ന് നമ്മൾ കൊടുത്തു, വെക്ടർ വെക്ടർ 2 3 4. 2 ബ്രാക്കറ്റ് ഇടാൻ പുറത്തേക്കാൻ ശ്രദ്ധിക്കുക. 2 3 3 to 4 അല്ലേ, 3 to 4 2 3 4 അല്ലേ. ഓക്കെ, 3 to 4 അല്ല, ഒന്നും കൂടി കൊടുക്കാം. വെക്ടർ എന്ത് ചെയ്തു, 2 3 4. ഓക്കെ, ഓ സോറി, 2 ബ്രാക്കറ്റ് ഇടണം. സോറി. ഓക്കെ ഓക്കെ, ചെറിയൊരു ലോഡിങ് പ്രശ്നമുണ്ട് കേട്ടോ ലാപ്ടോപ്പ്. ഓക്കെ, 2 3 4. ഓക്കെ, കൊടുത്തു. 2 3 4 കൊടുത്ത ശേഷം നമുക്ക് അടുത്ത് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് വെക്ടർ ആണ്, ഡയറക്ഷൻ ഓഫ് യു. ഓക്കെ, യൂണിറ്റ് വെക്ടർ നമ്മൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ വരയ്ക്കും, യു കൊടുക്കുക, അത് ഡിവൈഡഡ് ബൈ ആബ്സ്, അതായത് മോഡുലസ് ഓഫ് യു. നമുക്ക് പഠിച്ചു വരികയാണെങ്കിൽ അറിയാം, യു ബൈ മോഡുലസ് ഓഫ്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് യു ആണ് വെക്ടർ, യൂണിറ്റ് വെക്ടർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് വെക്ടർ എന്ത് ചെയ്തു, വളരെ കൃത്യമായി തന്നെ കിട്ടി. എവിടെയാണ്, ഇവിടെ ഉണ്ട്. ഇവിടെ യൂണിറ്റ്, ഇത് നമ്മുടെ വെക്ടർ. യൂണിറ്റ് വെക്ടർ ഒന്നും കൂടി കൺസ്ട്രക്ട് ചെയ്യാം, യു ബൈ ആബ്സ് ഓഫ് യു. ഓക്കെ, ഇത് നമ്മുടെ യൂണിറ്റ് വെക്ടർ കിട്ടി. ഇത്ര. ഇനി മാഗ്നിറ്റ്യൂഡ് 9 ഓപ്പോസിറ്റ് ഓഫ് യു. അത് നമ്മൾ എന്ത് കൊടുത്തു, നമുക്ക് എന്ത് കൊടുക്കുക, വി വെക്ടർ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, പുതിയൊരു വെക്ടർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി വെക്ടർ എന്ത് ചെയ്യണം, 9 മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, പിന്നെ അത് എന്തായിരിക്കണം, യുവിൻ്റെ ഓപ്പോസിറ്റും ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ യൂണിറ്റ് വെക്ടർ എടുത്തു, വി ആണ് അല്ലേ. യെസ്, -9v കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതവിടെ ഒരു 9 മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്ടർ കിട്ടി. ഇനി അതേ ഡയറക്ഷനിൽ 6 മാഗ്നിറ്റ്യൂഡിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6v അടിച്ചു കൊടുത്തു, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെക്ടർ കഴിഞ്ഞു. ഓക്കെ, അടുത്ത് നമുക്ക് എന്താ ഉള്ളത്, യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലാബ്, ദാറ്റ് ഈസ് ലീനിയർ പ്രോഗ്രാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇവിടെ കുറച്ച് കൺസ്ട്രെയിൻസ് തരും. ഓക്കെ, കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ ഇതാണ് കൺസ്ട്രെയിൻസ്. ഈ കൺസ്ട്രെയിൻസിനെയൊക്കെ നമ്മൾ ആദ്യം തന്നെ കോപ്പി ചെയ്യുക. ഓക്കെ, വേറെ ഒരു മാർഗ്ഗവുമില്ല. കൺസ്ട്രെയിൻസിനെ നമുക്ക് കോപ്പി ചെയ്താൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, യെസ്, അത് ഇൻപുട്ടിൽ കൊടുക്കാൻ സാധിക്കും. ഇനി ഇതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇനി വെക്ടേഴ്സും 3D ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഇവന്മാരെയൊക്കെ നമ്മൾ ഒഴിവാക്കി, കൺസ്ട്രെയിൻ മാത്രം നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ നമ്മൾ കോർണറിന് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ കോർണർ, ക്യാപിറ്റൽ കോർണർ ഓഫ് എ എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ABC 3 പോയിന്റ് കിട്ടിയില്ലേ. ഈ 3 പോയിന്റ് കിട്ടിയത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായി മെല്ലെ മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഒരു പോയിന്റിൽ, എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, നെയിമും വാല്യൂ നോക്കുക, നെയിം വാല്യൂ ആക്കുക. ഓക്കെ, അപ്പോൾ 3 എണ്ണത്തിനെയും കിട്ടി.
ഓക്കെ, ഇനി ഇതിൽ ഏതാ മാക്സിമം എന്നാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. ഏതിന്? എസ് 2x മൈനസ് വൈക്ക് ഏതാണ് മാക്സിമം? അപ്പോൾ നോക്കിയാൽ തന്നെ പറയാൻ സാധിക്കും ഏകദേശം 2x 2 ഇൻറ്റു എക്സ് ബിയിൽ നോക്കിയാൽ 2 മൈനസ് വൈ 2 മൈനസ് 4 മൈനസ് 2 അതല്ല എ 2 ഇൻറ്റു 2 4 4 മൈനസ് 2 അത് 2. ഇനി 2 ഇൻറ്റു 8 ആണ് 2 ഇൻറ്റു 4 8 8 മൈനസ് 1 7. യെസ്, സി ആണ് എന്ത് മാക്സിമം വാല്യൂ അറ്റ് സി. ഓക്കെ, ഇനി എടുത്ത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻ. ഈ കൺസ്ട്രെയിൻ നമ്മൾ എന്ത് ചെയ്തു? കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? പേസ്റ്റ് ചെയ്തു. ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു, ഇതിനെ പുതിയതായി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് അൺബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീസിബിൾ റീജിയൻ ആണ് കാണാൻ സാധിക്കുക. ഇവന്മാരിൽ നമ്മൾ കോർണർ പോയിന്റ് നോക്കി, കോർണർ എ. ഓക്കെ, ഇനി ഇതിൽ സി എ ഇവന്മാരെയൊക്കെ ജസ്റ്റ് വാല്യൂസ് നോക്കാം. ഷോ നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ നോക്കി കൺസ്ട്രക്ട് ഫീസിബിൾ റീജിയൻ വരച്ചു. ഒരു സ്ലൈഡർ സി ഉണ്ടാക്കണം വിത്ത് മിനിമം 0 മാക്സ് 100. സ്ലൈഡർ സി മിനിമം 0 മാക്സിമം 100. ഇൻക്രിമെൻ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 1 ആയിരിക്കും അല്ലേ? 1. ഇൻക്രിമെൻ്റ് 1. ഓക്കെ, ശരി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഡ്രോ ലൈൻ 3x + 1 = c. 3x + 1 = c എന്ന് പറഞ്ഞ ഒരു ലൈൻ നമ്മൾ വരച്ചു. 3x + y = c. ഓക്കെ, ഇനി ഈ സ്ലൈഡർ നമ്മൾ മാറ്റി കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ ഏതാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ സി എന്ന സ്ലൈഡർ നമ്മൾ എന്ത് ചെയ്തു? യെസ്, എന്താ വന്നത്? ഓക്കെ, സോ ഇതല്ല, 3 എന്ന് പറയുന്ന സ്ലൈഡർ നമ്മൾ മാറ്റി കളിച്ചപ്പോൾ ബിയിൽ നമുക്ക് C 13 ആയിട്ട് കിട്ടി. അപ്പോൾ മിനിമം വാല്യൂ എന്താണ്? യെസ്, 13 ആണ്. ഓക്കെ, ഇനി മാക്സിമം വാല്യൂ അവർ ചോദിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് ദ മിനിമം വാല്യൂ? 13. മാക്സിമം വാല്യൂ എന്താ? ഇത് ഒരു അൺബൗണ്ടഡ് റീജിയൻ ആയതുകൊണ്ട് തന്നെ എന്തില്ല, മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സുഖമായി തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞിരിക്കുകയാണ്? യെസ്, നമ്മുടെ മാത്സ് ലാബ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രോബബിലിറ്റി നമുക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ട് സ്കിപ്പ് അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാത്സ് ലാബിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ഡ്യൂറേഷനേറിയ ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.